നിങ്ങളെല്ലാവർക്കും ഓണാശംസ. ഒരു പൊളി ഓണാശംസകളാണ്. പ്രധാനമായും ഓണം സിനിമകൾ, ഓണം റിലീസ് സിനിമകളുണ്ട്. ആ സിനിമകള് ആദ്യ ദിവസം തന്നെ കാണാന്നുള്ളത് ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു താല്പര്യമാണ്. മോഹൻലാലിന്റെ വന്ദനം അങ്ങനെ അവർ ഓണക്കാലത്ത് ഇറങ്ങിയതാണ്. ചോറും മട്ടൺ ഇഷ്ടം, നല്ല കോമ്പിനേഷൻ. അതിന്റെ ഒരു പ്രത്യേകത നമ്മൾ എത്ര കഴിച്ചാലും പിന്നെയും 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 കഴിക്കും. കേരളത്തിലെത്തിയ ശേഷം മഹാബലി ആദ്യമായി കമന്റ് ചെയ്യുന്ന കാര്യം എന്തായിരിക്കും? നിങ്ങളെല്ലാവർക്കും ഓണാശംസ, പൊളി ഓണാശംസകളാണ്. നമസ്കാരം. ക്ലബ് എഫ് എമ്മിൽ നിന്ന് ആർജെ റാഷിയാണ്. ഇന്ന് നമ്മുടെ ബഹുമാനീയനായ മന്ത്രി പി മുഹമ്മദ് റിയാസിന്റെ കൂടെ പൊളിടോക്സുമായിട്ടാണ് നമ്മളുള്ളത്. സർ, പൊളിടോക്സ് ആണ്, പൊളിറ്റിക്സ് ഒന്നുമില്ല. പക്ഷെ താങ്കളുടെ വളരെ വിലപ്പെട്ട സമയങ്ങൾ പൊളിയുന്ന ടോക്സ് അർത്ഥമുണ്ട്. അതുണ്ട്. പൊളിറ്റിക്സിന്റെ പൊളിയാണ് എടുത്തത്. പൊളിറ്റിക്സിന്റെ പൊളിയാണെങ്കിലും കുറച്ച് പൊളിയാണ്, അടിപൊളിയുടെ പകുതിയാണ്. അതെ, അടിപൊളി പൊളി. അതെ. അപ്പം ഇപ്പോ ഉള്ള ഓണക്കാലത്തെ കുറിച്ച് എന്ത് ഔപചാരികമായിട്ട് സംസാരിച്ചാലും അത്ര വലിയ പൊളിയായിരിക്കില്ല. താങ്കളെ പോലെ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആൾക്ക് എന്നറിയാം. ഒരുപാട് വർഷങ്ങളായിട്ട് തന്നെ പൊതുരംഗത്തുണ്ട്. അപ്പൊ താങ്കൾക്ക് കുറെ കൊല്ലമായിട്ട് ഓണം എന്ന് പറയുന്നത് ഒത്തിരി ഓട്ടങ്ങളുടെ സമയമാണ്. ഇപ്പോൾ ഫറൂഖ് കോളേജിലെ ഓണക്കാലം, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ വിദ്യാർത്ഥി നേതാവായിരുന്ന കാലഘട്ടത്തിലെ ഓണക്കാലത്ത് പോലും താങ്കൾക്ക് അതിൻ്റെതായ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നു. എന്നാലും കുറച്ചുകൂടി സന്തോഷത്തോടുകൂടി ആ ഓണക്കാലത്ത് ഒന്ന് നമുക്ക് ഓർത്ത് തിരിച്ചു വരാം. അല്ല, അന്ന് നമ്മുടെ കൂടെ പഠിച്ചവരുടെ വീടുകളിൽ, അല്ലെങ്കിൽ നമ്മുടെ അയൽവാസികളായിട്ടുള്ളവരുടെ വീടുകളിൽ, പഴയ സുഹൃത്തുക്കളുടെ വീടുകളിലൊക്കെ ഓണം എന്ന നിലയിൽ പോകാറുണ്ട്, ഭക്ഷണം കഴിക്കാറുണ്ട്. പ്രധാനമായും ഓണം സിനിമകൾ, ഓണം റിലീസ് സിനിമകളുണ്ട്. ആ സിനിമകള് ആദ്യ ദിവസം തന്നെ കാണാന്നുള്ളത് ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു താല്പര്യമാണ്. ഇപ്പോഴും അന്നത്തെ 80കളുടെ അവസാനത്തിലെ ഓണ സിനിമകളൊക്കെ നല്ല ഓർമ്മയാണ്. മോഹൻലാലിന്റെ വന്ദനം അങ്ങനെ അവർ ഓണക്കാലത്ത് ഇറങ്ങിയതാണ്. അതുപോലെ കുറെ ഓണ സിനിമകളുണ്ട്. കിലുക്കം കിലുക്കം 92 വന്ദനം, കിലുക്കം. അതുപോലെ ഓണത്തിനിറങ്ങിയ മമ്മൂട്ടിയുടെ ഒരു നായർ സാബ്, അതൊക്കെ ഓണത്തിനാണ്. ഇപ്പൊ നിങ്ങൾ പറയുമ്പോഴുള്ള മെമ്മറിയിലാണ്. അങ്ങനെ കുറെ ഓണ സിനിമകളുണ്ട്. ഇപ്പൊ ഓണത്തിന് പുതിയ റിലീസ് 4, 5, 6 സിനിമയൊക്കെ ഇറങ്ങും. അപ്പൊ അതൊക്കെ പരമാവധി കാണും, എല്ലാ ദിവസവും ഓരോ സിനിമയൊക്കെ കാണും. അതൊക്കെയാണ് പ്രധാന താല്പര്യം. ഹൈസ്കൂൾ കാലഘട്ടത്തില് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൊക്കെ ഉണ്ടല്ലോ. അപ്പോ ആ സമയത്ത് സ്കൂളിലെ ഓണാഘോഷ പരിപാടികളിലൊക്കെ കമ്മിറ്റിയില് അത്യാവശ്യം ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു പോന്നിട്ടുണ്ടാവില്ലേ? ഞാന് വളരെ ചെറുപ്പത്തിൽ 6ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് SFIയുടെ പ്രവർത്തകനാവുന്നത്. പിന്നെ 8ാം ക്ലാസ്സിൽ ക്ലാസ് ലീഡറായി മത്സരിച്ചിരുന്നു. അന്ന് വിജയിച്ചു. അന്ന് എനിക്കൊപ്പം മത്സരിച്ച 7ാം ക്ലാസ്സിലെ ക്ലാസ് ലീഡറായിരുന്ന KSUവിന്റെ അന്നത്തെ അവിടുത്തെ ക്ലാസ് ലീഡറായിരുന്ന ആള് തന്നെയായിരുന്നു മത്സരിച്ചത്. എന്റെ വളരെ ആത്മാർത്ഥ സുഹൃത്താണ്, കോഴിക്കോട്ട് തന്നെയുള്ള ഒരാളാണ്. അപ്പോ 8ലും അങ്ങനെ വിജയിച്ചു, 9ലും വിജയിച്ചിരുന്നു. പിന്നെ സ്കൂൾ ചെയർമാനായി മത്സരിച്ചിരുന്നു 8ലും 9ലും. കോഴിക്കോട് നഗരത്തിൽ തന്നെയായിരുന്നു പഠിച്ചത്, സെന്റ് ജോസഫ്സ് ബോയ്സ് ഹൈസ്കൂൾ. അപ്പോ വല്ലാത്ത അനുഭവങ്ങളാണ് നമുക്ക്. അന്ന് എന്ത് പരിപാടി ആയാലും, സ്കൂൾ ഡേ ആയാലും, സ്കൂളിന്റെ ആർട്സ് ഡേ ആയാലും ഒക്കെ തന്നെ നമുക്ക് അതിൽ ഉത്തരവാദിത്തങ്ങളുണ്ടാവും. പിന്നെ അന്ന് സ്കൂളിലൊരു പ്രത്യേകത ഹൗസുകളാണ്. റെഡ് ഹൗസ്, ബ്ലൂ ഹൗസ്, ഗ്രീൻ ഹൗസ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ ഏതെങ്കിലും ഒരു ഹൗസിന്റെ ലീഡറോ ആയിരിക്കും. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ആളുകളെ സംഘടിപ്പിക്കാനൊക്കെ ഉള്ള ഉത്തരവാദിത്തം ഉണ്ടാവും. അപ്പോഴും ഓണത്തിന് വേർക്കാതെ ഒന്ന് ആഘോഷിച്ചു പോകാൻ പറ്റാറില്ല. ഓണത്തിന് കാര്യമായിട്ട് ഞാൻ എന്റെ അടുത്ത വീട്, ഇപ്പോ ആദ്യം താമസിച്ച നഗര ഹൃദയത്തിലാണ്. എന്റെ തൊട്ടടുത്ത വീടുണ്ട്, അവിടെയാണ് നമ്മുടെ ഓണം ഭക്ഷണം. അവരൊക്കെ ഇപ്പോഴും നമ്മുടെ സുഹൃത്തുക്കളാണ്. പിന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ സിനിമക്ക് പോകും. അതൊക്കെയായിരുന്നു ഓണത്തിന്റെ ഒരു. ഓണത്തലേന്നും ചിലപ്പോൾ സിനിമക്ക് പോകും, ഓണം പിറ്റേന്നും പോകും. സിനിമ കൊണ്ടൊരു കളിയാണ്, പിന്നെ ഭക്ഷണം. ഇനി പൊളിടോക്സിന്റെ റിയൽ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഒട്ടും റിയലിസ്റ്റിക് അല്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോ ഓണസദ്യക്ക് മിനിസ്റ്റർക്ക് ഒരു രാഷ്ട്രീയ രംഗത്ത് ഇത്രയും കാലത്തെ നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്ന ഏത് കാലത്തിലെയും ഏതെങ്കിലും ഒരു 3 നേതാക്കളെ വീട്ടിലേക്ക് ക്ഷണിക്കാം. അങ്ങനെ ഒരു അവസരം വരുമ്പോൾ മിനിസ്റ്റർ തെരഞ്ഞെടുക്കുന്ന 3 നേതാക്കൾ, രാഷ്ട്രീയ നേതാക്കൾ ആരൊക്കെയായിരിക്കും? അല്ല, ഞാനത് എന്റെ വീടിന്റെ അടുത്തൊക്കെ ഉള്ള ആളുകളായിരിക്കും. രാഷ്ട്രീയ രംഗത്തുള്ള 3 പേരായിരിക്കും. അത് ആരെങ്കിലും നമുക്ക് ചിലപ്പോൾ വെല്ലോൺ ആയിരിക്കണം എന്നില്ല, അല്ലെ? നമുക്ക് പരിചയമുള്ള, നമ്മളെ വിളിക്കുന്ന, നമ്മൾ തിരിച്ചും വിളിക്കുന്ന ആളുകൾ. തീർച്ചയായിട്ടും. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു പുരാണ കഥാപാത്രത്തിന്റെ സൂപ്പർ പവർ മിനിസ്റ്റർക്ക് കിട്ടിയെന്നിരിക്കട്ടെ. കിട്ടുകയാണെങ്കിൽ
ഏത് ഒരു പുരാണ കഥാപാത്രത്തിന്റെ സൂപ്പർ പവറാണ് വേണ്ടത്? ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ മിനിസ്റ്റർ അത് എങ്ങനെ ഉപയോഗിക്കും? അത് ബാലിയാണ്. ഓ. ബാലി തന്നെ ശരിപ്പെടുത്താൻ വരുന്ന എതിരാളിയുടെ ശക്തിയുടെ ഒരു വലിയ ശതമാനം കിട്ടുന്നൊരു അനുഗ്രഹം കിട്ടിയ ഒരു കഥാപാത്രമാണല്ലോ. ഇന്ന് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ അനീതിയുടെ വക്താക്കൾക്കെതിരെ പോരാടുമ്പോൾ അതിൽ നല്ല കഴിവുള്ളവരുണ്ടാവുമല്ലോ, അവരുടെ കുറച്ച് ശക്തി കിട്ടുന്ന നല്ലതാണല്ലോ. അപ്പൊ ബാലിയാവും നല്ലത്. ഇപ്പൊ ലോകത്തില് കേരളത്തിലൊരു പ്രത്യേക ഇമേജ് ഉണ്ട് കേരള ടൂറിസത്തിനും. അപ്പൊ കേരള ടൂറിസത്തിന് വേണ്ടിയിട്ട് ഒരു 30 സെക്കൻഡ് പരസ്യവാചകം എഴുതാൻ പറഞ്ഞ മിനിസ്റ്ററിന്റെ ഒരു ഹൈലൈറ്റ് എന്തായിരിക്കും? എന്റെ കേരളം എന്നും സുന്ദരം. അതാണ് മിനിസ്റ്റർക്ക് എല്ലാ കാലത്തും കേരളത്തിന്റെ കേരളം എന്നും സുന്ദരം. സൂപ്പർ. ഇനി നമുക്ക് റാപ്പിഡ് ഫയർ ആണ്. ബീച്ച് അല്ലെങ്കിൽ ബാക്ക് വാട്ടേഴ്സ്? മിനിസ്റ്റർ ഏത് ചൂസ് ചെയ്യും? അതൊരു കുഴക്കുന്ന ചോദ്യം. രണ്ടും എനിക്ക് ഇഷ്ടമാണ്, എന്നാലും ബീച്ചാണ്. മറ്റേതൊന്നും കൂടി ഒരു സൈലന്റ്, രണ്ടും നല്ലതാണ്. പക്ഷെ ബീച്ചിന് കൊടുക്കും. കണ്ട് ശീലിച്ച് കൂടുതൽ അടുത്ത് വളർന്നത് ബീച്ച് ആയതുകൊണ്ട് ബീച്ചാണ്. മറ്റേ മോശമായിട്ടല്ല, ബീച്ച്. ബിരിയാണി അല്ലെങ്കിൽ സദ്യ? ബിരിയാണി. നെഞ്ചോട് ചേർത്ത് കഴിച്ച് ആസ്വദിച്ചത് കൂടുതലും ബിരിയാണിയാണ്. സദ്യ ഇഷ്ടമില്ലാത്തതൊന്നുമല്ല, സദ്യ ഇഷ്ടമാണ്. പക്ഷെ ബിരിയാണി ഒരു വീക്ക്നെസ്. ചെസ് പ്ലെയർ ആണ്, ഒരു വലിയ മെസ്സി ഫാനുമാണ്. അപ്പോ ചെസ് ഓർ ഫുട്ബോൾ? അത് രണ്ടാണല്ലോ. രണ്ടിനും ഇഷ്ടമാണ്. ചെസ്സും ഇഷ്ടമാണ്, ഫുട്ബോളും ഇഷ്ടമാണ്. കളി കാണാൻ ഇഷ്ടം ഫുട്ബോളാണ്, കളിക്കാൻ രണ്ടും ഇഷ്ടമാണ്. മിനിസ്റ്റർ നോ എന്ന് പറയാത്ത ഒരു ഡിഷ് ഏതാണ്? അതിപ്പോ കുറെ ഉണ്ടാവും, എന്നാലും നെയ്ച്ചോറും മട്ടൺ ഇഷ്ടം. ഓ, രക്ഷയില്ല, എന്റെ വീക്ക്നെസ് ആണ്. പ്രത്യേകിച്ച് കോഴിക്കോട്ടെ. അതെ, ലോകത്തിലെ ഏറ്റവും കിടിലൻ കറി ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും മട്ടൺ സ്റ്റൂ എന്ന് പറയും. നെയ്ച്ചോറും മട്ടൺ ഇഷ്ടം, നല്ല കോമ്പിനേഷൻ. ആണല്ലേ? അതിന്റെ ഒരു പ്രത്യേകത, നമ്മൾ എത്ര കഴിച്ചാലും പിന്നെയും കഴിക്കും. അധികം വാരിയിടരുത്, കുറച്ച് കഴിച്ച് പിന്നെയും കഴിച്ച് അങ്ങനെ നിർത്താൻ പറ്റില്ല. ഞാനൊക്കെ ആണെങ്കിൽ സോപ്പിട്ട് കയ്യും കഴുകില്ല കുറച്ചു നേരത്തേക്ക്, അത് സ്മെല്ലോടെ ഉണ്ടോ എടുത്തിട്ട്. മഹാബലി വീണ്ടും നാട്ടിൽ വരികയാണ്. എങ്കിൽ മഹാബലിയുടെ കണ്ണിൽ പെടുന്ന, അല്ലെങ്കിൽ കേരളത്തിലെത്തിയ ശേഷം മഹാബലി ആദ്യമായി കമന്റ് ചെയ്യുന്ന കാര്യം എന്തായിരിക്കും? കേരളം ആകെ മാറിയല്ലോ, നല്ല റോഡുകളാണല്ലോ കേരളത്തിൽ. മഹാബലിക്ക് മാത്രം തോന്നുന്ന കാര്യമായിരിക്കും. അല്ല, കുറച്ചു കാലം കഴിഞ്ഞിട്ട് വരികയല്ലേ, പഴയെന്നൊക്കെ മാറിയല്ലോ കേരളം. കാരണം കേരളത്തിലൊരു നല്ല റോഡ് വരിക എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനത്ത് വരുന്ന പോലെ എളുപ്പമല്ല. കാരണം ഇവിടെ സ്ഥലമില്ല, ആളുകൾ തിങ്ങിപ്പാർക്കുക. പലരും മറ്റു സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ എന്താ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വീതിയുള്ള റോഡില്ലാത്തതെന്നൊക്കെ ചിന്തിക്കും. അത് അവിടെ ജനസാന്ദ്രത കേരളത്തിന്റെ അത്ര ഇല്ല. ഞാനിപ്പോ ഇങ്ങോട്ട് വരുന്നത് തന്നെ ഒരു പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചർച്ച, അത് പ്രശ്നം പരിഹരിക്കാനാണ്. അവിടുത്തെ നാട്ടിലുള്ളവർ, കച്ചവടക്കാർ, അവരൊക്കെ ആയിട്ട് സംസാരിച്ച് ലാൻഡ് അക്വസിഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ്. കാരണം അവർക്ക് ഒഴിഞ്ഞു പോകുമ്പോൾ അതിൻ്റെതായ ചില പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ ഉണ്ടാവും. പോവാൻ വേറെ സ്ഥലം കുറവാണ്. നമ്മളെ കേരളത്തിന്റെ പ്രത്യേകതയാണ്. അപ്പൊ അങ്ങനെയുള്ള കേരളത്തിൽ മികച്ച റോഡുകൾ ഇപ്പൊ കുറെ കാലമായിട്ട് വരുന്നുണ്ട്. മഹാബലി വരുമ്പോൾ അതൊരു അത്ഭുതമായി. മഹാബലി ഒരിക്കലും ചിന്തിക്കാത്ത കാര്യമാണ്, ഇത്ര നല്ല റോഡുകൾ കേരളത്തിൽ എങ്ങനെ വന്നു, അത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ മഹാബലി തീർച്ചയായിട്ടും അത്ഭുതപ്പെടുക അതിലായിരിക്കും. ഓക്കെ, അങ്ങനെ ആവട്ടെ. ടൂറിസം മിനിസ്റ്റർ എന്ന നിലയിൽ കേരള ടൂറിസത്തിൽ ഇനി കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട സ്ഥലം, ഒരു ഏരിയ ഏതാണെന്നാണ് മിനിസ്റ്റർക്ക് തോന്നുന്നത്? കേരളത്തിലെ ഓരോ ഇഞ്ചും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. ഇവിടെ കായലുണ്ട്, കടലുണ്ട്. നേരത്തെ കായലിനെ അവഗണിച്ചു എന്ന് തോന്നണ്ട എന്നുള്ളതുകൊണ്ടാണ് ആദ്യം ഞാൻ കായൽ പറയുന്നത്. കായലുണ്ട്, കടലുണ്ട്, മലയോരമുണ്ട്, തീരദേശം പോലെ തന്നെ ഇടനാടുകൾ. കേരളത്തിന്റെ ഓരോ ഇഞ്ച് സ്ഥലവും ടൂറിസത്തിന് പറ്റിയാണ്. ചരിത്ര പ്രാധാന്യമുള്ള ഇടങ്ങൾ, ഭക്ഷണം, പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ. അപ്പൊ അതുകൊണ്ട് കേരളം ആസ് എ ഹോൾ ഒരു ടൂറിസ്റ്റ് സ്റ്റേറ്റ് ആണ്. ഇപ്പൊ മിനിസ്റ്ററുടെ മൈൻഡിൽ ചില സ്ഥലങ്ങൾ, പ്രത്യേക സ്ഥലങ്ങൾ, ആ പ്രദേശങ്ങൾ ഇതുവരെ ടൂറിസ്റ്റുകൾ ശ്രദ്ധിച്ചിട്ടില്ല. ടൂറിസ്റ്റുകളുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ തലത്തിൽ തന്നെ ഇന്ന പദ്ധതികൾ കൊണ്ടുവരണമെന്ന് തോന്നുന്ന 2-3 സ്ഥലങ്ങളുടെ പേരുകൾ പറയാനുണ്ടോ? ഞാൻ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലം പറയുന്നില്ല. പറയുമ്പോൾ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലം പറയുന്നത് ഒരു പ്രയാസം ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ഇതൊരു പ്രശ്നമാണ്. നമ്മുടെ അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള ഒരുപാട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കേന്ദ്രം ഉണ്ടാവും, എനിക്ക് ഇഷ്ടമുള്ള കേന്ദ്രം ഉണ്ടാവും. ഞങ്ങളിപ്പോ ഒരു ക്യാമ്പയിൻ വയനാട് ജില്ലയിലെ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് ടൂറിസത്തെ കൈപിടിച്ചു വരുത്താൻ വേണ്ടി എന്റെ കേരളം എന്നും സുന്ദരം എന്ന നിലയിൽ ഓരോരുത്തർ ഇഷ്ടപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രം
സോഷ്യൽ മീഡിയയിൽ പ്ലേസ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എത്ര കേന്ദ്ര വരുന്നത്, നമ്മള് പോവാത്ത സ്ഥലങ്ങൾ വരെ, കേൾക്കാത്ത സ്ഥലമുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഡെസ്റ്റിനേഷൻ ചാലഞ്ച് എന്ന പുതിയ പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ വകുപ്പും ടൂറിസം വകുപ്പും ചേർന്നുകൊണ്ടാണ്. 60% ഫണ്ടും ടൂറിസം വകുപ്പ് നൽകും. ഓരോ ഗ്രാമപഞ്ചായത്തിനും സ്ഥലം സജസ്റ്റ് ചെയ്യാം. അപ്പൊ അതൊരു ഡെസ്റ്റിനേഷൻ ചാലഞ്ച് കേരളത്തിന്റെ ഭാവി കരുത്ത് പകരുന്ന ഒരു പദ്ധതിയാണ്. 2 വർഷം കഴിഞ്ഞിട്ടുള്ള കേരളം എന്തായിരിക്കും മിനിസ്റ്ററിന്റെ ഒരു സങ്കല്പത്തില്? 2 വർഷം കഴിഞ്ഞിട്ടുള്ള കേരളം ഗതാഗതക്കുരുക്ക് ഒരു പ്രശ്നമുള്ള കേരളമായിരിക്കും. കാരണം NH66 യാഥാർത്ഥ്യമാകും. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 45 മീറ്റർ 6 വരി നമ്മുടെ ഒരു സ്വപ്ന പദ്ധതിയാണ്. ആ പദ്ധതി ഇപ്പൊ യാഥാർത്ഥ്യമാകാൻ പോവാണ്. പക്ഷെ എന്നാലും അതുകൊണ്ടൊന്നും കേരളത്തിന്റെ പ്രശ്നം പരിഹാരമാവില്ല. ജനങ്ങളുടെ എണ്ണം പെരുകുന്നതോടെ ആ റോഡ് എല്ലാവരും ഉപയോഗിക്കും. പക്ഷെ ഗതാഗതക്കുരുക്ക് കേരളം നേരിടുന്ന ഒരു പ്രശ്നം. പുതിയ റോഡിന് സ്ഥലമില്ല. അതാണ് നമ്മൾ ഈ കേരളയിലൊക്കെ ആയിട്ട് വന്നത്. അതിന് ഇപ്പൊ അഡ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ ഭാവിയിൽ വലിയ പ്രശ്നമായിരിക്കും. ഇല്ലെങ്കിൽ കേരളത്തിന്റെ റെയിൽ മാർഗമുള്ള യാത്ര വേഗത്തിലാക്കാൻ, പുതിയ സാധ്യതകൾ ഉപയോഗപ്പെടുത്താനൊക്കെ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മളെ ഏറ്റവും അധികം പ്രയാസപ്പെടാൻ വേണ്ടി പോകുന്നൊരു പ്രശ്നം ഗതാഗതക്കുരുക്കായിരിക്കും. ഇപ്പോൾ വിദേശ രാജ്യങ്ങളൊക്കെ താങ്കൾ സന്ദർശിച്ച് വരാറുണ്ട്. അപ്പോൾ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ താല്പര്യം തോന്നിയിട്ടുള്ള, അതിനുവേണ്ടി ശ്രമം നടത്തിയിട്ടുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് കണ്ടുവന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിലൊന്ന് നമ്മൾ ഈ പാലങ്ങൾ ദീപാലങ്കൃതമാക്കുന്ന പദ്ധതി സാക്ഷാത്കരിച്ചു. ഫറൂഖ് പാലത്തേക്ക് ഉണ്ട്. ഈ പാലങ്ങൾക്ക് അടിയിൽ ഒരുപാട് സ്ഥലമുണ്ട്. ആളുകൾ പലരും ചുരുണ്ടുകൂടി കിടക്കുക, ചില നല്ല ഫിറ്റ് ആയിട്ട് നമുക്ക് കിടക്കുക. അപ്പൊ അത്തരം സ്ഥലങ്ങൾ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. അത്തരം സ്ഥലങ്ങൾ കുട്ടികൾക്ക് കളിക്കാനുള്ള ഇടമാക്കാം, വലിയ ആളുകൾക്ക് കളിക്കാനുള്ള ഇടമാക്കാം, ഷട്ടിൽ കോർട്ടാക്കാം, അല്ലെങ്കിൽ IT മേഖലയിലുള്ളവർക്ക് ഉപയോഗിക്കുന്ന സ്ഥലമാക്കാം, അല്ലെങ്കിൽ ഒരു കോഫി ഷോപ്പ് ആക്കാം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ്. പിന്നെ കേരളത്തില് യാത്രക്കാർ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം, യാത്രക്കിടയിൽ കംഫർട്ട് സ്റ്റേഷനുകളുടെ കുറവാണ്. ഒന്ന് ബാത്റൂമിലൊക്കെ പോകാൻ, പ്രത്യേകിച്ച് കോവിഡ് സമയത്ത് സ്ത്രീകളും കുട്ടികളൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പെട്രോൾ ബങ്കിനെയാണ് ആശ്രയിച്ചത്. അപ്പോ വഴിയോരം ഇതുപോലുള്ള സൗകര്യം ഒരുക്കാൻ ടൂറിസം വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരു നല്ല ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പദ്ധതിയായിട്ടാണ്. തീർച്ചയായും അങ്ങനെ തന്നെ ആവട്ടെ. താങ്കൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണല്ലോ. ഈ ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ ഇപ്പോൾ ട്രെൻഡിങ് #, മിനിസ്റ്റർക്ക് പറയാൻ പറ്റുമോ? എന്റെ കേരളം എന്നും സുന്ദരം. വീണ്ടും അത് തന്നെ. അതെ, എല്ലാവരും എന്റെ കേരളം എന്നും സുന്ദരം എന്ന #ൽ ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതി കേരളത്തിൽ ഇഷ്ടപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രം, ലോകത്ത് എവിടെയുമുള്ള മലയാളിക്ക് കേരളത്തിൽ ഇഷ്ടപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രം ഫോട്ടോയോ വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുക. തീർച്ചയായും മിനിസ്റ്റർ, ഞങ്ങൾക്ക് ഇത്ര നേരം പോളി ടോക്സിൽ സംസാരിക്കാൻ കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്.